അനിരുദ്ധ് ഹീസ് ദ ഗോഡ്. ഒരു മൂവി പേഴ്സൺ അല്ലാത്ത എനിക്ക് കിടിലം പടമായിട്ട് തോന്നി. കാരണം വേർത്ത് വാച്ച് നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസക്കുള്ളതുണ്ട്. വാമിക കബി സീരിയസ്ലി ഭയങ്കര പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ അവരുടെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സൈഡാ. ആ ഇന്റർവെൽ ബ്ലോക്ക് കറക്റ്റ് അത് പ്രൂവ് ചെയ്തു തന്നു എന്തിനായിരുന്നു ആ എയർ സർട്ടിഫിക്കറ്റ് ബ്ലോക്ക് എന്ന്. ഹാറ്റ്സ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ക്ലീൻ ഹാറ്റ്സ് ഓഫ് വർക്ക്. ഒരു പ്യോർ ടീം വർക്കാണ്. നമ്മൾ കണ്ടു ശീലിച്ച ലോകേഷ് കനകരാജ് ചിത്രങ്ങളെല്ലാം തിയേറ്ററുകൾ തരംഗം സൃഷ്ടിച്ചവയാണല്ലേ. പക്ഷേ കഥ ഇന്ന് അതല്ല. സംവിധായക കുപ്പായം അഴിച്ചു വെച്ചുകൊണ്ട് നായകനായി ബോക്സ് ഓഫീസിൽ തിളങ്ങാനാണ് ഇപ്പോൾ ലോകേഷ് കനകരാജ് ഒരുങ്ങിയിരിക്കുന്നത്. ലോകേഷ് കനകരാജിന്റെ ആദ്യ ചിത്രം DC ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പടം, ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം. ഇന്റർവെൽ ബ്ലോക്ക് എത്തുന്നതിന് മുമ്പ് വരെ ജസ്റ്റ് ഞങ്ങളെല്ലാവരും ഒരുമാതിരി ഈ സിനിമയ്ക്ക് എന്തിനാണ് എ സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ ഇരുന്നതാണ്. പക്ഷേ ആ ഇന്റർവെൽ ബ്ലോക്ക് കറക്റ്റ് അത് പ്രൂവ് ചെയ്തു തന്നു എന്തിനായിരുന്നു ആ എയർ സർട്ടിഫിക്കറ്റ് ബ്ലോക്ക് എന്ന്. അത്രയ്ക്കുള്ള വയലൻസ് ആ ഒരു ഇന്റർവെൽ ബ്ലോക്ക് ഒരൊറ്റ സീനിൽ അവർ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആദ്യം ഒരു ഡീക്കോയൊക്കെ വെച്ച് അത് പടം കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ആദ്യം ഒരു ഡീക്കോയൊക്കെ വെച്ച് അവർ വേറെ രീതിയിൽ അതിനെ കൊണ്ടുപോയിട്ട് അതിന് ഇന്റർവെല്ലിന് ശേഷം അതിനെ വാമിക ബേബിയുടെ ക്യാരക്ടറിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു രീതിയുണ്ട്. എല്ലാം ഒരു രക്ഷയില്ല, നൈസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മൂവി. ഈ പടത്തിൻ്റെ ഇടയിലാണ് യൂഷ്വലി BGM ഇടാറുള്ളത്. ഇത് ആ BGMന് വേണ്ടിയിട്ട് ഒരു പടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് BGMs അതിന് വേണ്ടിയിട്ട് ഒരു പടം സെറ്റ് ചെയ്തെടുക്കുക. ഈ പഴയ A.R. റഹ്മാൻ്റെ സ്ഥിരം പരിപാടി, അതായത് ക്ലാസിക്കൽ ടച്ച് ഹെവി ആയിട്ട് കൊണ്ടുവന്ന ഒരു റോ ബ്ലഡ് ആൻഡ് വയലൻസ് പടത്തെ കൊണ്ട് വെച്ച പോലെ അനിരുദ്ധ് ഹീസ് ദ ഗോഡ്. ലൈക്ക് മെസ്സി, ഫുട്ബോളിൽ മെസ്സി ആണെങ്കിൽ മ്യൂസിക്കിൽ അനിരുദ്ധ് ആ ലെവലിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വാമിക കബി സീരിയസ്ലി ഭയങ്കര പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ അവരുടെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സൈഡാണ് ഭയങ്കരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മോറോവർ ലോകേഷും ഡയറക്ടർ എന്നതിലുപരി ഈസ് എ ക്ലീൻ കട്ട് ആക്ടർ. അതായത് ഈ കൈൻഡ് ഓഫ് ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതെ ഈ കൈൻഡ് ഓഫ് ഒരു റോളിൽ പോവുകയാണെങ്കിൽ ഹീൽ ബി സമ്മൺ ലൈക്ക് ആരെ പറയാനാ, ഒരു ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു റോ ആക്ഷൻ, അതായത് ഒരു ഹീറോ സെൻട്രിക്കോ അല്ല ഹീറോയിൻ സെൻട്രിക്കോ അല്ല, ബട്ട് പ്യൂർലി സ്റ്റോറി സെൻട്രിക്കറ്റ്. ആൻഡ് മോറോവർ അരുൺ മാത്തേശ്വർ ഡയറക്ടർ, ഹാറ്റ്സ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ക്ലീൻ ഹാറ്റ്സ് ഓഫ് വർക്ക്. ഒരു പ്യോർ ടീം വർക്കാണ്. നൈസ് മൂവി. ആൻഡ് മോറോവർ ഇന്നിവിടെ ട്രിവാൻഡ്രത്താണെങ്കിലും ഏരീസ് പ്ലസ് തിയേറ്ററിലൊക്കെ ഞങ്ങൾ ഒരു ഓഡി വണ്ണും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ വലിയ റിലീസ് വേറെ ഉള്ളത് കൊണ്ട്, നമുക്കൊരു മലയാളം ഹോം റിലീസ് ഉള്ളത് കൊണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് വേറൊരു തിയേറ്ററിൽ കുറച്ച് ട്രാവൽ ചെയ്താൽ കണ്ടത്. ഹൈ എൻഡ് മൂവി. എനിക്ക് ഉറക്കം വന്നിരിക്കണായിരുന്നു. ഞാൻ ആലോചിച്ചത് നോർമൽ ഒരു സിനിമ വലിയ ഹൈപ്പ് കൊടുക്കാനുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ആ ഇന്റർവെല്ലിന് മുമ്പുള്ള 10-15 മിനിറ്റിലാണ് സിനിമ ട്രാക്കിലോട്ട് കയറിയത്. ഞാൻ ഒരു മൂവി പേഴ്സൺ അല്ല ഒരിക്കലും. പക്ഷേ ഇങ്ങനെ മ്യൂസിക്കിൻ്റെ ഇത് കേട്ടിട്ട് എനിക്ക് കാണണമെന്ന് തോന്നിയൊരു സംഭവം. പക്ഷേ ആ രാഗ ഓഫ് റിവെഞ്ച് കേട്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നി, അങ്ങനെ കാണണമെന്ന് വിചാരിച്ചു. പിന്നെ വേടനായിട്ടുള്ള ഒരു കൊളാബ് വന്നു, അപ്പം അത് ഒന്നും കൂടെ കാണണം. അനിരുദ്ധിൻ്റെ ഒപ്പം വേണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ, അപ്പോൾ കാണണം എന്ന് തോന്നി. അങ്ങനെ പോയി കണ്ട സിനിമയാണ്. ഒരു മൂവി പേഴ്സൺ അല്ലാത്ത എനിക്ക് കിടിലം പടമായിട്ട് തോന്നി. കാരണം വേർത്ത് വാച്ച് നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസക്കുള്ളതുണ്ട്. ആ ഇന്റർവെല്ലിൽ തൊട്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് നമ്മൾ ഇരുത്തും. ഇങ്ങനെ നമ്മൾ ചാരിക്കണമെന്നില്ല, നമ്മളിങ്ങനെ ഓരോ സീനിലും ഇങ്ങനെ എണീറ്റ് പോകും. ഓരോരുത്തരുടെ എൻട്രി വൈസ് എല്ലാം കിടിലം പടമാണ്. വേർത്ത് വാച്ച്. ഭയങ്കര ഇഷ്ടപ്പെട്ടു സീരിയസ്ലി. ആദ്യമേ സോഫ്റ്റ് പല കാര്യങ്ങളും, പക്ഷേ വാമിക കബീയുടെ എൻട്രി ഇൻട്രോന്നെ വാമിക അതിനാണ് പാട്ട് പ്ലേസ് ചെയ്യുന്ന രീതി. ഈ പാട്ട് മുഴുനീളം പ്ലേസ് ചെയ്യും, വിഷയം പ്ലേസ് ചെയ്യും. കുറേ പാട്ടുകൾ വിഷയം രീതി, ലാസ്റ്റ് ചെയ്ത് എല്ലാ വിഷയം കൊടുക്കും. അങ്ങനെ രണ്ട് പാട്ട് പേരായിട്ട് സംഭവം വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ